എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എല്ലാവർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. താരപരിവേശമില്ലാതെ ഒരു സാധാരണ മിമിക്രിക്കാരനായി മലയാളികളുടെ പ്രിയ താരം പത്മശ്രീ ജയറാം ഇതാ വീണ്ടും ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. എൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛനായിട്ടും അമ്മാവനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ശങ്കരാടി സാറ് ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ അപ്പോൾ തുടക്കം പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ സിനിമ നടക്കുന്ന സമയമാണ്. അപ്പോൾ മറ്റ് പ്രൈവറ്റ് ചാനലുകളൊന്നും വന്നിട്ടില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ വന്ന്, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൂരദർശൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ശങ്കരാടി സാറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് കേൾക്കാം അവരിങ്ങനെ പൊരിപ്പിക്കുകയാണ് ശങ്കരാടി സാർ ഇട്ടിട്ട് ഇൻ്റർവ്യൂ എടുക്കാം. ഒരു ലൊക്കേഷൻ ചോദിക്കാൻ വന്നതാണ്, അനുവാദം ചോദിക്കാൻ വന്നതാണ്. ശങ്കരാടി സാറിൻ്റെ ഇൻ്റർവ്യൂ ആണ്. എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് നല്ല വിവരമുള്ള ആൾക്കാരെ വേണം. അല്ലാതെ നിങ്ങളുടെ ഈ ചാനലിൽ തലയെക്കെട്ടും കെട്ടിയിരിക്കുന്ന പെൺകുട്ടികളെ കണ്ട എനിക്ക് ദേഷ്യമാണ്. അത് പാടില്ല എന്നെ. കാരണം ഞാൻ ഒരുപാട് വർഷക്കാലം ഒളിവിൽ താമസിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒളിവിൽ ഓർമ്മകൾ എന്നുള്ള തോപ്പിൽ ബാസിയുടെ വായിച്ചിട്ടില്ലേ, അതേപോലെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതുമായിട്ട് വിവരമുള്ള ആൾക്കാരെ വേണം നിങ്ങൾ അവിടെ ഇരുത്താൻ. അല്ലാണ്ട് വിവരം കെട്ട പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ ഇരുത്തരുത്. കാരണം റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചും നല്ല വിവരമുള്ള ആൾ തന്നെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ കടന്ന് വേർക്കുകയായിരുന്നത്. ശരി, ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരിക്കും അവർ ചോദിച്ചു. അത് ഞങ്ങളിങ്ങനെ പാടവും നെൽവയലൊന്നും അല്ല വേണ്ടത്, ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും എല്ലാ ചിത്രങ്ങളും വേണം എനിക്ക് അവിടെ. കാർൾ മാക്സിൻ്റെയും എല്ലാ ചിത്രങ്ങളും അതിനകത്ത് ഉണ്ടാകണം. ഒളിവിൽ ഓർമ്മകൾ മാത്രം എനിക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്. മറ്റേത് അത് ഇതെന്നൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞ് അവർ വേർത്ത് കുളിച്ചൊക്കെ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചു. അല്ല, വിട്ടുപോയി. അതൊക്കെ പോയി. കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗ്യം കിട്ടുന്ന പോലെ ഞാനും മുകേഷും കൂടി സിനിമയ്ക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ചുമ്മാ ഹോട്ടൽ റൂമിൽ വെറുതെ ദൈവമായിട്ട് നമുക്ക് കൊണ്ടുതരുന്ന ഇനി ശങ്കരാടിയുമായിട്ടുള്ള അഭിമുഖം നിങ്ങൾക്ക് കാണാം. കറക്റ്റായിട്ട് കൃത്യം. ഭഗവാനെ അന്ന് എടുത്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടി മറ്റേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാ മുകേഷ് വേമ്പാ. മറ്റേത് അത് ചൈനീസ് വിപ്ലവം മറ്റേതല്ല, ശങ്കരാടി സാർ ഞാൻ അത് നേരത്തെ പറഞ്ഞോളാം. കുടുംബം മഹിമയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് എടുത്ത് പറയുന്നതിൽ സാറിന് എപ്പോഴും ലൊക്കേഷനിലായാലുണ്ട്. ശങ്കരാടി എന്ന പേര് എങ്ങനെ വന്നു? ശങ്കരാടി എന്നല്ല, ശരിക്കും ശങ്കരാടിൽ നിന്നാണത്. അതറിയാത്തതുകൊണ്ട് വയ്ക്കുന്നത്. കാരണം ഞങ്ങളുടെ കുടുംബ പേര് ശങ്കരാടിൽ എന്നുള്ളത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അന്ന് മെഡ്രാസിൽ പേഷ്കാരായിരുന്ന ചന്ദ്രശേഖര മേനോൻ എന്ന് പറഞ്ഞ ആളുണ്ടാവും. അറിയില്ല. ചന്ദ്രശേഖര മേനോൻ്റെ വകയിലൊരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം പറവൂർ പേഷ്കാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ വേറൊരു മേനുണ്ട്, അതറിയുമെന്നറിയില്ല. അദ്ദേഹം അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ അന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളായിരുന്നു. അമേരിക്കൻ അംബാസഡർ മറ്റേ മേനോൻ എന്ന് കേട്ടിട്ടില്ലേ, വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന. അതെൻ്റെ നേരെ അമ്മാവനായിട്ട് വരും. അങ്ങനെ പറഞ്ഞു മറ്റേ മേനോൻ അത് ഇന്ന നായർ അത് ഇത് പറഞ്ഞു വന്ന് അങ്ങനെ ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ പറവൂരുള്ള ആ സ്ഥലത്തിന് എല്ലാത്തിൻ്റെയും പേര് ശങ്കരാടിയിൽ നിന്നാണ്. അത് ലോപിച്ചുണ്ടായതാണ് ശങ്കരാടി. നിങ്ങൾ ഇതുവരെ കേട്ടത് ശങ്കരാടിയുമായിട്ടുള്ള അഭിമുഖം. അരമണിക്കൂർ കഴിഞ്ഞു. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ചൈനീസ് വിപ്ലവവും ഇല്ല, റഷ്യൻ വിപ്ലവവും ഇല്ല, ലെനിനും ഇല്ല, സ്റ്റാലിനും ഇല്ല, യാതൊന്നുമില്ല. ഒറ്റ ചോദ്യം. നിങ്ങൾ ഇതുവരെ കേട്ട് ശങ്കരാടി അവസാനിച്ചു. വേറെ പ്രതാപേന്ദ്ര സാറുമായിട്ടുള്ള ഇന്റർവ്യൂ എന്നോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രി നടക്കുന്ന സമയത്ത്. പറഞ്ഞിട്ടില്ലേ? അതുകൂടെ പറ. പ്രതാപേന്ദ്രൻ സാർ ഇതേപോലെ ഒരു ഇന്റർവ്യൂ, ഇതേപോലെ അന്ന് ദൂരദർശൻ മാത്രമുള്ള സമയമാണ്. അപ്പോൾ ദൂരദർശൻ്റെ ലൈവ് ടെലികാസ്റ്റ് ആണ്. സാറ് വരണം. ഓണത്തിൻ്റെ അന്ന് എന്തുമായിരുന്നു, ഓണത്തിൻ്റെ അന്ന് പോയി ലൈവ് ടെലികാസ്റ്റ് ആണ്. ലൈവ് അപ്പോൾ അരമണിക്കൂർ ലൈവ് ടെലികാസ്റ്റ് ആണ്. പ്രതാപേന്ദ്രൻ പോയി. അത് മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ. ഇതേപോലെ നമുക്ക് ഭാഗ്യം കിട്ടുമല്ലോ, കറക്റ്റായിട്ട് വെച്ചാൽ പ്രതാപേന്ദ്രമായിട്ടുള്ള അഭിമുഖം മറ്റേ ലൈവാണ്. ലൈവ് 4:30 തുടങ്ങിയത്. നമസ്കാരം. പ്രതാപേന്ദ്രൻ സാറുമായിട്ടുള്ള ലൈവായിട്ട് പോയി നമ്മുടെ ലൊക്കേഷനാണ്, അതുകൊണ്ട് വേഗം കാണാൻ വേണ്ടിയിട്ട് പ്രതാപേന്ദ്രൻ സാറുമായിട്ടുള്ള അഭിമുഖം ആരംഭിക്കുകയാണ്. സർ, സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ആരാകാനായിരുന്നു സാറിന്റെ മോഹം? സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഡോക്ടർ അല്ലല്ല എഞ്ചിനീയർ അല്ല പറയാം ഒരു മിനിറ്റ്. ഡോക്ടർ എഞ്ചിനീയർ അല്ല, കൃഷിക്കാരൻ അല്ലല്ല. ഞാൻ പറയാം ഒരു മിനിറ്റ്. പിന്നെ പൈലറ്റ് അല്ല അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം.
കോളേജ് അല്ല അല്ല അതേ അല്ല കോളേജ് ലെക്ചർ എഞ്ചിനീയർ അത് ഇത് അതൊന്നും അല്ല. ഒരു മിനിറ്റ് പിന്നെ അയ്യോ അത് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതെ അതെ സൈലൻസ് ഒരു മിനിറ്റ് ക്യാമറ ഓഫ് ചെയ്യില്ല പറയട്ടെ അയ്യോ സൈലൻസ് മിണ്ടായിരിക്കും അത് ഓർത്തോട്ടെ. അല്ല പോലീസ് അയ്യോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ല പോലീസ് അല്ല അങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രതാപേന്ദ്രനുമായിട്ടുള്ള അഭിമുഖം. ഉത്തരം പറഞ്ഞിട്ടില്ല. അരമണിക്കൂർ തീർന്നു. അരമണിക്കൂർ മറ്റയാളെ കൊണ്ട് പറയാൻ സമ്മതിക്കില്ല. ഒരു പെണ്ണ് പാവ് ഇരുന്ന് ചോദിച്ച് വേറെ മിണ്ടരുത് ഞാൻ പറയാം അടുത്ത ചോദ്യം പോണ്ട. അതാ ഇല്ല നിങ്ങൾ ഇതുവരെ കേട്ട് പ്രതാപേന്ദ്രൻ. ഞാൻ അതിന് ശേഷം ലൊക്കേഷനിൽ വന്നപ്പോൾ ചോദിച്ചു. ഞാൻ മുകേഷ് തന്നെയായിരുന്നു. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എടാ 3 അക്ഷരങ്ങൾ ഞാൻ പിന്നെ മറന്നല്ലോ. എന്തയ്യോ നമ്മുടെ മറ്റേ IPS അയ്യോ ഇത് വായിൽ വരണ്ടേ പണ്ടാരം. ഇതായിരുന്നു ആ ഒറ്റ IPS വേണ്ടി നിങ്ങൾ അരമണിക്കൂർ ഒരു ചോദ്യം ഒരു ഉത്തരം ഇന്റർവ്യൂ കഴിഞ്ഞു. കലാമൂലിൽ വരുന്നതിന് മുമ്പ് മിമിക്രി ചെയ്യുന്ന കാലഘട്ടത്ത് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ മിമിക്രിക്ക് വന്നിട്ടുള്ളത് ചേലക്കുളം റഹ്മാൻ, കോലഞ്ചേരി റഹ്മാൻ എന്ന് പറയും. റഹ്മാനാണ് ഒരുപാട് പ്രോഗ്രാമിന് കൂടെ വന്നിട്ടുള്ളത്. റഹ്മാൻ്റെ കൂടെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഇത് എന്തെങ്കിലും ഒരു തമാശ നമുക്ക് എന്തെന്നും ഓർത്തു വെക്കാവുന്ന എന്തെങ്കിലും ഒരു അബദ്ധങ്ങളായിരിക്കാം റഹ്മാൻ്റെതായിട്ടുള്ള. റഹ്മാൻ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. എനിക്കറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് റഹ്മാനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. കോലഞ്ചേരി അബ്ദുൾ റഹ്മാൻ. എൻ്റെ മകളുടെ കല്യാണത്തിന് എത്തിയതാണ് രണ്ടുപേരും. അതിനുശേഷം ഇന്ന് കാണുന്നത് സന്തോഷം, ഭയങ്കര സന്തോഷം. മാഷെ ജയറാമനെയും സിദ്ദീഖിനെ ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ വലിയ ഹാപ്പി. മാത്രമല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് അസൂയ. എന്തൊരു മിമിക്രികൾ ഇപ്പോഴും ഭാവിയുണ്ട്, ഒരു ഭാവിയുണ്ട്. എന്റെ പൊന്നെ ഒരൊറ്റ മിമിക്രിക്കാർക്കും ജയറാമിന്റെ മുമ്പിലെത്താൻ ഇപ്പോഴും പറ്റൂല. സത്യം ജയറാമിന്റെ മകൻ വരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരമ്പര ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്താ കാളിദാസൻ തകർത്തില്ലേ, ഇനി കാളിദാസന്റെ മകനും തകർക്കും. ഈ പരമ്പര മൊത്തം ഒരു മിമിക്രി പരമ്പര മാത്രമല്ല, സകല കലാ വല്ലഭൻ പത്മശ്രീ ജയറാം. ഓക്കെ, താങ്ക് യു സർ. റഹ്മാൻ യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. റഹ്മാൻ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി വിന്നറായിട്ട് റഹ്മാൻ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് ഞാൻ സ്റ്റേജിൻ്റെ അവിടെ പോയിട്ട് എൻ്റെ പേര് ജയറാം, ഞാനും ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രോഗ്രാമിന് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ റഹ്മാൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ റഹ്മാൻ പിടിച്ചുകൊണ്ടിരുന്ന പരിപാടികളൊക്കെ ഇത്തിരി ലേശം കുഴപ്പമായിരിക്കും. അത് പറയാൻ തരമില്ല. ഒരു ദിവസം 4 പ്രോഗ്രാമൊക്കെ പിടിക്കും. രാവിലെ ഒരെണ്ണം, 10 മണിക്കൊരെണ്ണം, ഉച്ചയ്ക്ക് ഒരു കോളേജിൽ, വൈകുന്നേരം വേറെ എവിടെയെങ്കിലും, രാത്രി വേറെ എവിടെയെങ്കിലും. ഓർമ്മയിട്ടില്ലല്ലോ 4 പ്രോഗ്രാമിന് പോയതൊക്കെ. ഏറ്റവും അവസാനം പോലീസുകാരുടെ പരിപാടിയായിരുന്നു. 5 ലാസ്റ്റ് പോലീസുകാരുടെ പരിപാടിയായിരുന്നു. ലാസ്റ്റ് മൂവാറ്റുപുഴ, തൊടുപുഴ, മൂവാറ്റുപുഴ. ലാസ്റ്റ് പോലീസുകാർ കാത്തിരുന്ന് 7 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 9-9:30 മണിയായിട്ടും ഒറ്റ മനുഷ്യൻ വരാതായിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഇനി അവിടെ പോയി അടി കിട്ടും. പോലീസുകാരുടെ പ്രോഗ്രാമാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവസാനം ഓട്ടോറിക്ഷയിൽ എല്ലാവരും പിരിഞ്ഞു പോയി. കംപ്ലീറ്റ് റോട്ടിൽ കൂടെ, മൂവാറ്റുപുഴ ടൗണിൽ കൂടെ, ആരും പോകല്ലേ ഞാൻ വന്നിട്ടുണ്ട്. ആളുകൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ പോയിട്ട് പ്രോഗ്രാം ചെയ്തു. അതേപോലെ തന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ സത്യമാണ്, എരുമകളുടെ വിതരണമാണ്. ഈ എരുമകളെ കൊടുക്കുന്നുണ്ട്. ഈ എന്താ പറയുക, കിഴക്കമ്പലം ഫെഡറൽ ബാങ്കിന്റെ മാനേജർ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. അപ്പൊ പിന്നെ പുള്ളിക്ക് മിമിക്രിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് എന്തായാലും ഒരു പരിപാടി നടക്കുന്നുണ്ട്, എരുമയെ കൊടുക്കുന്നത്, എരുമേനും പശുവിനെ കൊണ്ട് ഒരു മിമിക്രി ആയിക്കോട്ടെ എന്ന് നിർത്തി. ഞാൻ ചെല്ലുമ്പോൾ സ്റ്റേജില്ല, ഒന്നുമില്ല, കുറെ ശബ്ദമായിട്ട് ഇതിന്റെ എരുമകൾ മാത്രം. റഹ്മാൻ ഇതിന്റെ നടുക്ക് എന്ത് മിമിക്രി കാണിക്കാനേ പറ്റത്? സ്റ്റേജ് വേണമല്ലേ, ഒറ്റ മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നേരെ പോയി. എന്നിട്ട് എവിടെന്നോ ഒരു ലോറി സംഘടിപ്പിച്ച് ആ ലോറി അവിടെ കൊണ്ടു നിർത്തിട്ട് ആ ലോറിയുടെ മോളിൽ കയറി നിന്നിട്ട് എരുമകൾ മാത്രം, മൈക്കൊക്കെ വെച്ച് എരുമകൾ മാത്രം ഓഡിയൻസ്. ഓ എൻ്റെ അമ്മോ. എരുമ മാത്രമല്ല, ആ നാട്ടിലുള്ള ആൾക്കാരെ മുഴുക്ക അനൗൺസ്മെന്റ് ചെയ്ത് ഞാൻ അവിടെ എത്തിച്ച്, എന്നിട്ട് ആ പരിപാടിയും തകർത്തു. അതും വലിയ അതിശയമാണ്. എരുമകൾ ഉൾപ്പെടെ പബ്ലിക്കും കൂടെ കൂടി തകർത്ത് ചിരിച്ച് അടിച്ചു പൊളിച്ച്. അന്നും ജയറാം, പെൻസിൽ ജയറാം, ഓർമ്മയില്ലേ? അവരിന് മുമ്പുള്ള ജയറാം, ആ ജയറാമാണ് ഇരിക്കുന്ന ജയറാം. അതിനുശേഷം സിദ്ദിഖിന്റെ ഫ്രണ്ട്സ് എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ പെയിന്റടി സംഘത്തിലുണ്ട്, ഫസ്റ്റ് പാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഗിരീഷ് വൈക്കത്തിന്റെ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ ഞാൻ പറഞ്ഞു, ഗിരീഷ് ഇങ്ങനെ ഉഗ്രം ക്യാരക്ടറാ. അപ്പൊ ഇങ്ങനെ സിനിമയ്ക്കകത്തുള്ളവരൊക്കെയാണെങ്കിൽ ഞാൻ ഗിരീഷിനെ പറയുമ്പോൾ അപ്പം തന്നെ മനസ്സിലാവും. പബ്ലിക്കിനെ എനിക്ക് എത്രത്തോളം അറിയുന്നറിയില്ല, കാരണം ഗിരീഷിനെ ഏറ്റവും നന്നായിട്ട് കാണിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ എൻ്റെ കൂടെ റഹ്മാൻ ഇങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് എൻ്റെ കൂടെ എൻ്റെ കൂടെ നിർത്താന്ന് പറഞ്ഞിട്ട് റഹ്മാനെ കൊണ്ട് നിർത്തി.
പിന്നെ സിദ്ദിഖിന് ഓർമ്മയുണ്ടല്ലോ ഒരു വേഷം കെട്ടിയപ്പോൾ ആള് മാറിയത്. അതെ, ആദ്യത്തെ നമ്മൾ പാലസിൽ പിന്നീടാണല്ലോ ലാസ്റ്റാണ് എടുക്കുന്നത്. പെയിന്റിങ് സംഭവമൊക്കെ ലാസ്റ്റ് എടുക്കുക. അതുവരെ പ്രൊഡക്ഷൻ മാനേജറാണ്. പ്രൊഡക്ഷൻ മാനേജർ വണ്ടികളുടെ ചാർജാണ് റഹ്മാൻ അല്ലേ? എനിക്ക് വണ്ടികളുടെ ചാർജ്. കാറുകൾ വരുന്നത് പോകുന്നത് ആർട്ടിസ്റ്റുകളെ കയറ്റി വിടുന്ന ആ ചാർജാണ് റഹ്മാൻ. ഫസ്റ്റ് പാലസിൽ വന്നു, ആ ടെമ്പോയിൽ വന്ന് ഇറങ്ങി, ആ ഷോട്ടിലുണ്ട്, വന്ന് ഇറങ്ങി ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു കസേര ഇട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഗിരീഷ് വിളിച്ചു ആ വണ്ടി മുഴുവൻ പറയില്ലല്ലോ. അപ്പോൾ കൊലഞ്ചേരി ഞാൻ ആർട്ടിസ്റ്റാണ് രാജിവെച്ചു. പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് അപ്പോഴേ രാജിവെച്ചു. ഇവിടെ കൂടി അതാണ് അവരോട് പറഞ്ഞു വിട്ടു. അതോടുകൂടി പറഞ്ഞു സാറിനോട് എന്തോ ക്ലോസ് ചോദിച്ച കഥകളില്ലേ പിന്നെ സിനിമയില് ഓണത്തിന്റെ ഓണത്തിന്റെ നമ്മളന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, സോറി ഇന്ന് ഓണമാണ്. പോയി ചോദിച്ചു. സിദ്ദിഖ് പറഞ്ഞു ഹാപ്പി ഓണം. അതല്ലോ ഓണായിട്ടൊരു ക്ലോസപ്പ് തന്നൂടെ, ഓണായിട്ട് മുണ്ട് തന്നൂടെ, മറ്റേ തന്നൂടെ, ഓണായിട്ടൊരു ക്ലോസപ്പ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ കൊലഞ്ചേരി റഹ്മാനുമായിട്ട്. എനിക്ക് തോന്നുന്നത് കൊലഞ്ചേരി റഹ്മാൻ പിടിച്ചുകൊണ്ടുവരുന്ന പ്രോഗ്രാംസ് അങ്ങനത്തെ കുഴപ്പം പിടിച്ച കോലഞ്ചേരി അല്ല, ചേലക്കുളം. നേരത്തെ ജയറാം പറഞ്ഞു ചേലക്കുളം. ഞാൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പഠിക്കുമ്പോഴാണ്. അന്ന് എനിക്ക് ഞാനും ജയറാം കൂടെ ചേർന്ന് കാസറ്റ് ചെയ്തു, കൊമാക്സ് 84 എന്ന് പറയുന്നത്. അത് ഓഡിയോ കാസറ്റിലെ ആദ്യത്തെ കാസറ്റ് ആയിരുന്നു. വലിയ സക്സസ് ആയിപ്പോയി, കണ്ടവനും കാശ് ഉണ്ടാക്കി. ഈ റഹ്മാനിക്കയുടെ വേറൊരു കഥയുള്ളതേ, ഈ ജയറാമേട്ടൻ വീട്ടിലൊരു സെക്യൂരിറ്റിനെ വെച്ചു. ജയറാമേട്ടൻ്റെ വീട്ടിലെ സെക്യൂരിറ്റി ഒരു ബംഗാളി എങ്ങാണ്ടാണ്. അപ്പോൾ ബംഗാളി ആയതുകൊണ്ട് ഈ ജയറാമേട്ടനെ പോലും പുള്ളിക്ക് അറിയാൻ പാടില്ല. ജയറാമേട്ടൻ വന്നപ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ജയറാം സാറിന്റെ വീട് അകത്തോട്ട് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞ ആളാണ് ആ ബംഗാളി. എപ്പോഴും ജയറാമേട്ടനെ തടഞ്ഞു നിർത്തും, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് ഈ റഹ്മാനിക്കൊക്കെ LIC ഏജൻസി ഉണ്ട്. ഇപ്പൊ എന്നോട് പോളിസി ചോദിച്ചിട്ട് നിൽക്കുകയാണ്. എല്ലാരോടും പോളിസി ചോദിക്കും, നിങ്ങളോടും ചോദിക്കും. അപ്പോൾ റഹ്മാനിക്ക ജയറാമേട്ടൻ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് കോളിംബെൽ അടിച്ച് നേരെ വീട്ടിൽ ചെന്ന് കയറി. വീട്ടിൽ ചെന്നേറിയപ്പോൾ ജയറാമേ ഒരു പോളിസി എഴുതാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. ഉടനെ ജയറാമേട്ടൻ ചോദിച്ചു, ഞാൻ നിനക്ക് എത്ര പോളിസി വേണം തരാം. പക്ഷെ എൻ്റെ അത്ഭുതം, ആ വാതിക്കൽ നിൽക്കുന്ന ബംഗാളി സെക്യൂരിറ്റി എന്നെ പോലും കയറ്റി വിടാത്ത ഒരാളാണ്. അയാൾ എങ്ങനെ റഹ്മാനെ അകത്തേക്ക് വിട്ടു, റഹ്മാൻ എങ്ങനെ ഈ വീടിനകം വരെ വന്നു എന്ന് ചോദിച്ചപ്പം റഹ്മാനിക്ക് ഒരു പേപ്പർ എടുത്ത് കൊടുത്തു. നോക്കിയപ്പം ആ ബംഗാളി 5000 രൂപയ്ക്ക് പോളിസി ചേർന്നേക്കുന്ന പുള്ളിയുടെ. എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ 15 വർഷമായി അയാള് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടെന്ന് ഇപ്പോഴും. അതെ, അടച്ചുകൊണ്ട് ജയറാമിനോട്ട് കിട്ടിയിട്ടില്ല. ഇതേപോലെ തന്നെ പെട്ടെന്ന് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, പെട്ടെന്ന് ഓർത്തുന്നത് സൈനുദ്ദീനെയാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള. കാരണം എത്രയോ രാത്രികളും പകലുകളും ഒരേ വാനിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഏറ്റവും കൂടുതൽ തമാശകളും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുള്ള സൈനുദ്ദീനായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ, അന്നത്തെ കാലത്ത് വണ്ടിയിൽ പോകുമ്പോൾ ബാക്കി പലരും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു. ചിലവർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, സിദ്ദിഖ് ലാലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന ഫാസിലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയി കഴിഞ്ഞു. അങ്ങനെ സിനിമയ്ക്കകത്തുള്ള പലരും എല്ലാം പല പോസ്റ്റിലായി കഴിഞ്ഞു. എന്നെ മാത്രം തേടി ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ സൈനുദ്ദീൻ നവോദയയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജിജോടെ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയിൽ രഘുനാഥ് പലേരി ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1 മുതൽ 0 വരെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ സൈനുദ്ദീൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ ആ വഴി എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റാന്നുള്ളത് ഇങ്ങനെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സൈനുദ്ദീൻ പ്രോഗ്രാമിന് പോകുമ്പോഴേക്കും ഞാൻ ചോദിക്കും, ഇതിനകത്ത് എന്തെങ്കിലും വേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിൻ്റെ കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നടക്കും, ഇപ്രാവശ്യം നടക്കും, ഒരു ജ്യൂസ് പറഞ്ഞേ, അങ്ങനെ ഒരു പേര് സീർത്ത് പറ. അങ്ങനെ ഇത് പതിവായി. കലാഭവൻ്റെ ആ ജംഗ്ഷനിലുള്ള കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സൈനുദ്ദീന് ജ്യൂസ് മേടിച്ചു കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് എല്ലാം. കാരണം വേഷം എന്തായാലും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസമൊന്നും ഇത് സൈനുദ്ദീൻ പറയുന്നത് സത്യമാണോ ദൈവം എന്താണെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടപ്പോൾ ഒരു ദിവസം പ്രോഗ്രാമിന് നിങ്ങൾ എന്നെ അവിടെ വന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. നവോദയയ്ക്ക് അകത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ദൂരെ വണ്ടി മാറ്റിയിട്ടിട്ട് അപ്പോൾ ഞാനൊന്ന് ഇറങ്ങി ഇങ്ങനെ നിന്നു. ഡയറക്ടർ കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി നിന്നു. അപ്പോൾ രഘുനാഥ് പലേരി ഇറങ്ങി വന്നിട്ട് നോക്കി സൈനുദ്ദീനെ വിളിച്ചു, എന്നെ ചൂണ്ടിക്കാണിച്ചു. മറ്റേത് സൈനുദ്ദീൻ ഇങ്ങനെ എന്നെ പറഞ്ഞു, അത് കാണിച്ചു. ഇവർ തമ്മിൽ ഭയങ്കര ആംഗ്യം മാത്രം നടക്കുന്നുണ്ട്. മറ്റേത് അത് ഇത് ശരി പോയിട്ട് വരാൻ പറഞ്ഞു. നേരെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ കാര്യം അതിലെത്ര നിന്നെ കണ്ടില്ല, നിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു ജ്യൂസ് പറഞ്ഞേ പെട്ടെന്ന്. അങ്ങനെ പിന്നെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. പിൽക്കാലത്താണ് മനസ്സിലായത്, പോവാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൊള്ളാം. മേലാൽ ഈ കലാഭവന്റെ പരിപാടി എന്ന് പറഞ്ഞ് ഈ വണ്ടി ഈ കോമ്പൗണ്ടിനകത്ത് അങ്ങനെ ഇനി കണ്ടാൽ ഒന്നിൽ ഈ തൊഴിൽ അല്ലെങ്കിൽ ആ തൊഴിൽ, ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് എന്നെയാണ് കാണുന്നത്. ഇതോടുകൂടി മനസ്സിലായോ, ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം, അകത്ത് പോ, സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ